രേണുവിന്റെ ജീവിതത്തിൽ ഒരു മാറില്ല കേട്ടോ, എല്ലാ കാര്യങ്ങളും ആൾക്കാർ കണ്ടോണ്ടിരിക്കുക. എനിക്കെന്തിനാ മറക്കുന്നത്? അതുകൊണ്ട് നമുക്ക് കള്ളത്തരം ഉണ്ടെന്ന് പറയാം, കള്ളത്തരം ഉണ്ടെന്നേ പറയത്തുള്ളൂ. പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. ഇവിടെ നിന്ന് മേടിച്ചതാ. ഏറ്റവും കൂടുതൽ തൊപ്പി ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ എല്ലാവരും ജീവിതം അറിയുന്നുണ്ട്, പക്ഷെ അതിലും കൂടുതൽ ജീവിതം അറിയാൻ പറ്റും. അവളത് ഇഷ്ടപ്പെട്ട് എടുത്തതാ. അപ്പോഴാണ് ഞാനും എടുത്തോണ്ട് വരുന്നത്. അപ്പൊ ഒരുപോലെ പറഞ്ഞിട്ടാന്ന് കണ്ടാ തോന്നൂലേ പറഞ്ഞിട്ടല്ലാന്ന്. വണ്ടിക്ക് എന്തിനാ പേരിടുന്നത്? വണ്ടിക്ക് ഒരു പേരുണ്ടല്ലോ, സ്വിഫ്റ്റ് എന്ന്. സൂചിച്ചാന്റെ പേരെന്തിനാ ഇടുന്നത്? കമ്പനിക്കാര് വഴക്ക് പറയത്തില്ലേ നമ്മളങ്ങനെ? ഞങ്ങളെ രണ്ടും ഇങ്ങനെ കണ്ടിട്ടില്ലോ, നാട്ടുകാരൊന്നും കണ്ടേ കേട്ടോ. ഞങ്ങൾ അടിച്ച് പിരിഞ്ചു എന്നൊക്കെ പറഞ്ഞു. ഇതെന്റെ മൂത്ത മോൻ. മൂത്ത മകന്റെ കൂടെ മൂത്ത മകന്റെ കാറിൽ രേണു കാർ എടുക്കാൻ പോകുന്നല്ലേ? ഇവിടെ കയറാൻ ഒരു മിനിറ്റ് എടി, ഇത് എന്നാ ചെയ്യോടി? വന്നോളൂല്ലോ. വാ കേട്ടോ, വാ കേട്ടോ. ഓക്കെ ഓക്കെ. ഇതിനകത്ത് പിള്ളേരെല്ലാരും ഉണ്ട്. എല്ലാരും ഉണ്ടല്ലോ അല്ലേ കിച്ചു? അപ്പൊ മൂത്ത മോന്റെ കൂടെ ഞാൻ കാറിൽ കയറി. അവനെ ഞാൻ നോക്കുന്നില്ല. അവനെ നോക്കുന്നുണ്ടോ? ഞാൻ നോക്കുന്നത് കണ്ടോ അവന്? അത് മൂത്ത മോന്റെ കാറില്. ഇത് മൂത്ത മോന്റെ കാറ്. ഇനി എടുക്കാൻ പോകുന്ന നമ്മുടെ കാറല്ലേടാ? ഇഷ്ടമാണോ സ്വിഫ്റ്റ് എടുത്തത്? വിളിക്കുന്നു. ഇഷ്ടമാണോ സ്വിഫ്റ്റ് തന്നെ സെലക്ട് ചെയ്തത്? എനിക്കങ്ങനെയൊന്നുമില്ല. നല്ലൊരു അച്ചീവ്മെന്റ് ആണ്. സ്വന്തമായിട്ട് അധ്വാനിച്ച് മേടിക്കുന്നത് സന്തോഷം. അല്ലാതെ വേറെ വലിയ സംഭവമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. വലിയ സംഭവമായിട്ട് മറ്റുള്ളവർ കാണത്തില്ലായിരിക്കും. എനിക്കും അങ്ങനെയൊന്നും കാണുന്നില്ല. പക്ഷെ ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസയാണ്. സ്വന്തമായിട്ട് വാങ്ങിക്കുന്ന ഒരു അച്ചീവ്മെന്റ് തന്നെയാണല്ലോ. അതെ, മോൻ മേടിച്ചല്ലോ. അതുപോലെ ഒന്നും മേടിക്കുന്ന അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ വലിയ സംഭവമായിട്ട് കാണുന്നുമില്ല. ആരും ഞാനൊട്ട് അറിയിച്ചിട്ടുമില്ല വലിയ സംഭവമായിട്ട്. സന്തോഷം. ഇന്നാണ് ഡെലിവറി അല്ലേ? അവര് തന്നെ എനിക്ക് വന്ന പരസ്യം കിട്ടുന്നു. ഷോറൂം കാര്യം. ട്രിപ്പ് വല്ലതും പ്ലാൻ ചെയ്തു? ട്രിപ്പൊന്നുമില്ല. ഇല്ലടാ, അങ്ങനൊന്നുമില്ല. ഇന്ന് വൈകിട്ട് കോഴിക്കോട് പോകണം. നാളെ ഇനോഗ്രേഷൻ ഉണ്ട് ദിവ്യ ബ്യൂട്ടി പാർലറിൽ. നാളെ 10 മണിക്ക്. കാറിനാണോ പോകുന്നത്? അല്ല, ഞാൻ അങ്ങനെ കാറിന് പോകാനല്ലോ, ഷൂട്ടിന് പോകാനല്ലോ കാർ മേടിച്ചത്. അടുത്തൊക്കെ പോകാൻ വേണ്ടി. ഷൂട്ടിന് പോകുന്നത് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് കാണിക്കാനല്ല ഷൂട്ടിന് പോകുന്നത് മേടിച്ചല്ല. രേണുസുധിയുടെ ഈ അച്ചീവ്മെന്റിനെ നല്ല രീതിയിലാണ് നോക്കി കാണുന്നത്. അതായത് ബിഗ് ബോസ് കഴിഞ്ഞു, ബിഗ് ബോസിന് ശേഷം ഒരു 3 വിദേശ യാത്രകൾ കിട്ടി, അടുത്ത മാസം പ്രൊമോഷൻസ് കിട്ടി. അതെ അതെ.